ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ സ്ത്രീ ഗർഭിണിയാണെന്ന് നിങ്ങളോട് ഒന്നിലധികം പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് വന്നോ? ആ എണ്ണം കെട്ടവളെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. ഇനി മേല നിങ്ങളുടെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കരുത്. നിക്കാൻ രാജു, നിക്കടാ. രാജു, നിക്ക് രാജു. അയ്യോ, നിക്കടാ. നിക്കാൻ. ആരാ നീ? ഇവനാ മൊട്ടമൂട് സജി. ആരെ കൊല്ലാനാണ് നീ കൊട്ടേഷൻ എടുത്തത്? കൊന്നോളയും തന്നെ പറ. ആരെ കൊല്ലാനാണ് കൊട്ടേഷൻ എടുത്തത്? ഇവനെ, ഈ രാജുവിനെ. പറടാ, ആര് തന്ന കൊട്ടേഷനാടാ? പറടാ, പറയാനാ പറഞ്ഞ പറ. ആരുടെ കൊട്ടേഷൻ അല്ല. അപ്പൊ ഇവൻ നേരെ ചൊവ്വേ പറയില്ല. പറടാ. പിടിച്ച് കേറോ. രാജു, മേഡം കരയില്ലേ? കരയില്ലേ മേഡം? ചിലതൊക്കെ തുറന്നു പറയുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എല്ലാം തുറന്നു പറയൂ ജോത്സരെ. പിന്നെ കാശ് തരുന്നത് ഇയാളുടെ മോന്ത കാണാനാ. നീചരാശിയിലാണ് ഈ കുട്ടിയുടെ ജനനം. ബുധദശയിലാണെങ്കിലും ശുക്രന്റെ അപഹാരമുണ്ട്. ഗുളികന്റെ നോട്ടം വ്യാഴത്തിൽ നിന്നായതുകൊണ്ട് 25 വയസ്സുവരെ ഇയാൾക്ക് കഷ്ടകാലം തന്നെയാ. മുഖം കണ്ടാൽ അറിയാം മൂശേട്ടയാണെന്ന്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സന്തതി. ഈ സമയങ്ങളിൽ മനസ്സിന് സുഖകരമല്ലാത്ത അനവധി കാര്യങ്ങൾ ഈ കുട്ടിയുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞു. ഇതിനൊരു പരിഹാരം കാണാനല്ലേ കാശ് തന്ന് ജോത്സ്യനെ കാണാൻ വന്നത്. ഒന്ന് കൃത്യമായിട്ട് പറ ജോത്സ്യരെ. ഞാൻ പറഞ്ഞില്ലേ, 25 വയസ്സുവരെ ഈ കുട്ടിക്ക് കഷ്ടകാലത്തിന്റെ പെരുമഴയായിരിക്കും. എന്റെ ദൈവമേ, ഈ കുട്ടിയെടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ കുട്ടിക്ക് വിനയാകുന്നത്. ഇതിനൊരു പ്രതിവിധി പറയൂ ജോത്സ്യരെ. പറയാം.
ശനിദോഷമാണ് കാണുന്നേ. അതുകൊണ്ട് നിർബന്ധമായും കുംഭകോണത്ത് പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കണം. കാളഹസ്തിയിൽ പോകുന്നതും വളരെ നല്ലത് തന്നെയാ. പിന്നെ ഇത് കൂടാതെ സർവൈശ്വര്യ പൂജയും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മഹാഗണപതി ഹോമവും നടത്തണം. അയ്യോ, ഇതിനൊക്കെ വലിയ ചെലവല്ലേ ജോത്സ്യരെ? പിന്നെ ചെലവില്ലാതെ ഓസിന് ദൈവത്തെ സ്വാധീനിക്കാമെന്ന് കരുതിയോ? നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നടത്തിയാൽ മതി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇതിനൊക്കെ ഇത്രയും ചെലവ് വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഓ അമ്മേ, ഈ ജന്തുവിനെ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? ആ, പണ്ട് സ്ഥിരമായിട്ട് നമ്മളോട് പലിശയ്ക്ക് കടം മേടിക്കുന്ന ഒരുത്തനായിരുന്നു. ദേ, അവിടെ നിന്നേ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ വിളിച്ചോണ്ട് കണ്ട് ജോത്സരെ മന്ത്രവാദിയും കാണാൻ കൂട്ടിക്കൊണ്ട് പോവരുത്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. രാജുവായി ഒരു ജീവിതം. അത് ഞാൻ നടപ്പാക്കും. നാശം പിടിച്ചവള്. ഇത് കുംഭകോണത്തല്ല, കൈലാസത്തിൽ പോയി വഴിപാട് നടത്തിയാലും ഇത് മാറത്തില്ല. ആമേ, ആ മോനെ, ഞാനൊരു ജോത്സ്യനെ വിളിച്ചു വരുത്തി രമ്യയുടെ ജാതകം നോക്കി. ആ നോക്കിയോ? ആ നോക്കി മോനെ. അതെ, അവൾക്ക് 25 വയസ്സുവരെ കഷ്ടകാലമാണെന്ന്. അതിനങ്ങ് കുംഭകോണത്ത് പോണോന്ന് പറയുന്നു. നിങ്ങൾ കുംഭകോണത്തോ കുട്ടനാടൊപ്പോ അത് ഞാനെന്ത് വേണം? എടാ മോനെ, ദേ, നിങ്ങളെ അമ്മയും മോളും ഈ ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല. പാക പ്രതികാരം, ഇതൊക്കെയാ നിങ്ങളുടെ മനസ്സ് നിറയെ. എന്റെ സ്ത്രീ ഗർഭിണിയാണെന്ന് നിങ്ങളോട് ഒന്നിലധികം പ്രാവശ്യം ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് വന്നോ? ആ എണ്ണം കെട്ടവളെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. ഇനി മേലാൽ നിങ്ങളുടെ ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കരുത്. ഞാൻ നിങ്ങളുടെ മോനുമല്ല. കുഴപ്പമാവോ അമ്മേ? നീ പേടിക്കാതിരിക്കെ, ഒന്നും വരില്ല. അതല്ല അമ്മേ, കേരള പോലീസ് മണ്ടന്മാരൊന്നുമല്ല. അവര് പല വഴിക്ക് ചിന്തിക്കും. അവസാനം ഇത് മാറി മറിഞ്ഞ് അന്വേഷണം നമ്മുടെ നേർക്ക് വരുമോ? എടാ, ആദ്യത്തത് കഴിഞ്ഞു കിട്ടിയില്ലേ? ആ ഗുണ്ട സജി എന്റെയോ നിന്റെയോ പേര് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പോലീസ് പാഞ്ഞിങ്ങോട്ട് വരില്ലായിരുന്നോ? അതുണ്ടായില്ലല്ലോ. അത് ശരിയാ. അവൻ മാറ്റർ മാറ്റി പറഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ പെട്ടുപോയനെ. പ്രതാപനെല്ലാം അറിഞ്ഞു. അവനെ ചെന്നൈന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. കുഴപ്പമാവോ അമ്മേ? അകലേ